വൻപയർ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. അത് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളതിലേക്ക് മത്തനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ച വൻപയറായതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുക്കണം. ചെറിയ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പം ഇതാ വൻപയറെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയോടെയാണ് വേണ്ടതെങ്കിൽ അതുപോലെ എടുക്കാം. കുറച്ച് ലൂസായി വേണമെങ്കിൽ അങ്ങനെയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി ഇപ്പം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കണം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വൻപയറും മത്തനും കൂടിയുള്ള നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ